അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ സ്വതന്ത്രവും സമയബന്ധിതവുമായ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജികൾ സുപ്രീം കോടതി ഇന്നാണ് പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണത്തിന് പുറമെ ട്രസ്റ്റിന്റെ പണമിടപാടുകളിൽ പ്രത്യേക ഫോറൻസിക് ഓഡിറ്റും നടത്തണമെന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെടുന്നത്. ഡിജിറ്റൽ ഇടപാടുകളുടെ രേഖകൾ, UPI ലോഗുകൾ, CCTV ദൃശ്യങ്ങൾ എന്നിവയടക്കമുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെടാതെ സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകണമെന്നും ഹർജികളിൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. നമുക്ക് ഫെമിനയുണ്ട്, ഫെമിനയിലേക്ക് പോകാം. ഫെമിന, ഗുഡ് മോർണിംഗ്. അയോധ്യ രാമക്ഷേത്ര കൊള്ള രാജ്യം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക കൊള്ളയായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം CBIയിലേക്ക് വിടണം എന്നൊരാവശ്യവുമായി പൊതുതാൽപര്യ ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഈ ഒരു ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയ സാഹചര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇന്നിപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന SITയുടെ തലവൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി വരുന്നത്. അപ്പോൾ നിലവിൽ അന്വേഷണം നടത്തുന്ന SITയുടെ ഒരു വിശ്വാസ്യത പൂർണ്ണമായും തകർന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് സുപ്രീം കോടതി പൊതുതാൽപര്യ ഹർജികൾ പരിഗണിക്കുന്നത്, അല്ലേ? അത് തീർച്ചയായും അയോധ്യ രാമക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ട നിരവധി പൊതുതാൽപര്യ ഹർജികളാണ് ഇന്ന് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരിക. നേരത്തെ തന്നെ അവധിക്കാല ബെഞ്ച് ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ ഇത്തരത്തിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. പ്രത്യേകിച്ച് CBI പോലെയുള്ള ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് കേസ് അന്വേഷിക്കണം. അതുപോലെ തന്നെ സംഭാവനയും കാണിക്കയുമായിട്ട് ക്ഷേത്രത്തിലേക്ക് വന്ന സ്വർണ്ണാഭരണങ്ങൾ, അതുപോലെ തന്നെ വെള്ളിക്കട്ടകൾ തുടങ്ങിയവയിലെല്ലാം ഫോറൻസിക് ഓഡിറ്റിംഗ് നടത്തണം. സാമ്പത്തിക ഇടപാടുകളിൽ CAGയെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കണം എന്ന തരത്തിൽ നിരവധി ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പൊതുതാൽപര്യ ഹർജികൾ നേരത്തെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ, അവധിക്കാല ബെഞ്ചിന്റെ പരിഗണനയിൽ വന്നിരുന്നു. പക്ഷേ അടിയന്തര സ്വഭാവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സുപ്രീം കോടതി അത് തള്ളുകയായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് 3-ലധികം വരുന്ന ഇത്തരത്തിലുള്ള പൊതുതാൽപര്യ ഹർജികൾ ഇന്ന് പരിഗണിക്കുന്നത്. പ്രധാനമായിട്ടും ഈ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായിട്ടുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുക, ജുഡീഷ്യൽ അന്വേഷണം, അല്ലെങ്കിൽ CBIയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം നടത്തുക എന്നൊരു ആവശ്യം തന്നെയാണ് ഹർജിക്കാർ മുൻപോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളിൽ വിദേശത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വന്ന ഫണ്ടിലടക്കം ഈ ക്ഷേത്ര ട്രസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഫണ്ടുകളിൽ സാമ്പത്തിക ഇടപാടുകളിൽ ഒരു അന്വേഷണം നടത്തുക, സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി ഒരു ഓഡിറ്റ് ചെയ്ത് അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഓഡിറ്റ് ചെയ്യുക എന്ന ആവശ്യവും ഹർജിക്കാർ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്, അതുപോലെ തന്നെ മഹാകുംഭമേള, ഇതിലെല്ലാം വലിയ തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിലെല്ലാം വലിയ തരത്തിലൊരു കൊള്ള നടന്നിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രധാനപ്പെട്ട ചടങ്ങുകളിലെല്ലാം വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ അന്വേഷണം നടത്തുക, അതുപോലെ ക്ഷേത്രത്തിലേക്ക് വരുന്ന സംഭാവനകളിൽ അത് കൃത്യമായിട്ട് ആണോ എന്ന് എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിനായിട്ട് CAGയുടെ ഒരു ഓഡിറ്റ് നടത്തുക എന്നൊരു ആവശ്യവും ഹർജിക്കാർ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഡിജിറ്റലായി ലഭിച്ച പണം, അതുപോലെ തന്നെ വ്യാജ റെസീറ്റുകൾ ഉണ്ടാക്കിയിട്ടാണ് സംഭാവനകളൊക്കെ ഇത്തരത്തിൽ കൊള്ള നടത്തിയതെന്നും തട്ടിപ്പ് നടത്തിയതെന്നുമുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് CCTV ദൃശ്യങ്ങൾ, UPI പണമിടപാടുകൾ, ഇതെല്ലാം കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ കോടതിയുടെ മേൽനോട്ടത്തിൽ അതിന് ഒരു നിർദ്ദേശം നൽകുക എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉയർത്തിയിട്ടാണ് ഇത്തരത്തിൽ പൊതുതാൽപര്യ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. എന്തായാലും അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SITയുടെ അന്വേഷണം പുരോഗമിക്കുമ്പോഴും വലിയ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് SITക്ക് നേരെ വരുന്നത്. പ്രത്യേകിച്ച് SITയുടെ തലവൻ ഇതുപോലെ തന്നെ ഒരു വഞ്ചന കേസിൽ 2012 മുതൽ 2015 വരെ ഉത്തർപ്രദേശിലെ ഊർജ്ജ വകുപ്പിൻ്റെ വൈദ്യുതി വകുപ്പിൻ്റെ ചുമതലയുള്ള IS ഉദ്യോഗസ്ഥനാണ് ഇപ്പോഴത്തെ ഈ SITയുടെ തലവൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ ഒരു വഞ്ചന കേസ് ഇപ്പോഴും നിലവിലുണ്ട്. ആ കേസിൻ്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. അന്ന് കരാറുകാരൻ വ്യാജരേഖ തട്ടിപ്പ് നടത്തി പണം തട്ടിയെടുത്തു എന്ന അന്നത്തെ കരാറുകാരൻ്റെ പരാതിയിലാണ് ഈ വൈദ്യുതി വകുപ്പിൽ 19 ഉദ്യോഗസ്ഥർക്കെതിരെ, ഈ IAS ഉദ്യോഗസ്ഥനടക്കം 19 ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥർക്കെതിരെ അന്ന് കേസെടുത്തത്. ആ കേസിന്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു വഞ്ചനാ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ അയോധ്യ രാമക്ഷേത്ര കൊള്ള പോലെയുള്ള പ്രമാദമായിട്ടുള്ള കേസ് അന്വേഷിക്കാൻ UP സർക്കാർ ചുമതലപ്പെടുത്തിയത് എന്നത് വലിയൊരു വിരോധാഭാസമാണ്. പ്രത്യേകിച്ചും ഈ SITയുടെ അന്വേഷണം ഉന്നതരിലേക്ക് എത്തുന്നില്ല എന്ന വിമർശനമുണ്ട്. ചമ്പത് റായ് ഉൾപ്പെടെയുള്ള RSS നേതാക്കളെ ഇപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. SITയുടെ അന്വേഷണം എന്ന് പറയുന്നത് താഴേക്കിടയിലുള്ള ഈ സംഘപരിവാർ പ്രവർത്തകരിലേക്ക് ഒതുക്കിക്കൊണ്ട് ഉന്നതരായിട്ടുള്ള വ്യക്തികളെ, ശതകോടികളുടെ കൊള്ള നടത്തിയ വ്യക്തികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് SIT നടത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടി സുഗമമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ഇന്ന് സുപ്രീം കോടതിയിൽ എത്തുന്ന ഹർജികൾ വലിയ തരത്തിലുള്ള പ്രാധാന്യത്തോടെയാണ് ദേശീയ രാഷ്ട്രീയം നോക്കിക്കാണുന്നത്. കാരണം അയോധ്യ കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴും മൗനം തുടരുകയാണ്. ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തോടൊപ്പം സുപ്രീം കോടതി എന്ത് വിധിയായിരിക്കും എന്ന് പറയുക, അല്ലെങ്കിൽ കേസിൽ എങ്ങനെയായിരിക്കും ഒരു ഇടപെടലുകൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ദേശീയ രാഷ്ട്രീയം ഇന്ന് നോക്കിക്കാണുന്നത്. സിന്ധൂരി. ഫെമിന, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫെമിന സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഈ ഒരു അഴിമതി കേസിൽ, തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ SITയുടെ തലവനായി നിയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണം അല്ലെങ്കിൽ SIT ഒരു തരത്തിലും ഇതിൻ്റെ ഏതാൾ നോക്കിയാലും ഇവരുടെ ഒരു നേതൃത്വത്തിലുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ചമ്പത് റായ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ഒരു തട്ടിപ്പിന് നേതൃത്വം നൽകിയിരിക്കുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. പക്ഷെ അവരിലേക്ക് ആരിലേക്കും ഈ SIT എത്താതിരിക്കുമ്പോൾ, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, തട്ടിപ്പിൽ ഉള്ള ഒരു വ്യക്തിയെ ഈ സ്ഥാനത്ത് നിയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ആളുകളെ സംരക്ഷിച്ച് ഒരു ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അന്വേഷണം മാത്രം നടത്തി ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ പ്രതികളാക്കിക്കൊണ്ട് ഉന്നതരെ സംരക്ഷിക്കുന്ന UP സർക്കാരിൻ്റെ ഒരു തന്ത്രമാണ് ഇവിടെ നടപ്പിലായിരിക്കുന്നത് എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കുവാൻ. അതിൻ്റെ ഒരു ലക്ഷണങ്ങളും സാഹചര്യങ്ങളും തെളിവുകളും ഒക്കെ അല്ലേ ഇത് കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത്? അത് തീർച്ചയായും ഈ SITയുടെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന ഇതിൻ്റെ പ്രധാനപ്പെട്ട തലവൻ എന്ന് പറയുന്ന വിജയ് വിശ്വാന്ത് പന്ത് IAS എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ഊർജ്ജ വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു. 2012 മുതൽ 2015 വരെ അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിരുന്ന സമയത്ത് നടത്തിയ വലിയ തട്ടിപ്പിൻ്റെ അല്ലെങ്കിൽ വഞ്ചനാ കുറ്റത്തിൽ കേസ് അന്വേഷണം നേരിടുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ആ കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഈ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഈ അയോധ്യ രാമക്ഷേത്ര കൊള്ള അന്വേഷിക്കുന്നതിന് ചുമതലപ്പെടുത്തിയതിൽ തന്നെ ഇത്തരത്തിൽ ഉന്നതരെ സംരക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് UP സർക്കാരിൻ്റെ ഒരു നീക്കമാണ് അതിലൂടെ കാണുന്നത്. ഈ ചമ്പത് റായ് ഉൾപ്പെടെയുള്ള, അനിൽ മിശ്ര ഉൾപ്പെടെയുള്ള RSSലെ ഉന്നത നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വഞ്ചനാ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയെ കേസ് അന്വേഷണം ഏൽപ്പിച്ചത്. ശരി ഫെമിന.